സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ. അപ്പോൾ സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്. ഒന്നുകൂടെ പറയാം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്. 4 സംസ്ഥാനങ്ങളാണ് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയാം. സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. മഹാരാജ, മഹാരാജ ഗജം മദ്യപിച്ചു, ഗജം മദ്യപിച്ചു, ഗജം മദ്യപിച്ചു. അപ്പോ സർദാർ സരോവർ പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സർദാർ ഫലിതങ്ങൾ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ സർദാർ എന്ത് ഫലിത പറഞ്ഞിട്ടുള്ളത്? മഹാരാജ ഗജം മദ്യപിച്ചു. അപ്പൊ മഹാ എന്നതിൽ നിന്ന് മഹാരാഷ്ട്ര കണക്ട് ചെയ്യാലോ. മഹാ എന്നതിൽ നിന്ന് മഹാരാഷ്ട്ര കണക്ട് ചെയ്യാം. രാജ എന്നതിൽ നിന്ന് രാജസ്ഥാൻ കണക്ട് ചെയ്യാം. മഹാരാജ. ഗജം, ഗജം എന്നതിൽ നിന്ന് ഗുജറാത്ത് കണക്ട് ചെയ്യാലോ. ഗജം എന്നതിൽ നിന്ന് ഗുജറാത്ത് കണക്ട് ചെയ്യാം. മദ്യപിച്ചു, മദ്യം എന്നതിൽ നിന്ന് മധ്യപ്രദേശും കണക്ട് ചെയ്തു പോവാം. മധ്യപ്രദേശ്. അപ്പൊ മഹാരാജ ഗജം മദ്യപിച്ചു എന്നോർത്താൽ, സർദാർ ഫലിതം ഓർത്താൽ സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഇനി നോക്കൂ, സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കാണാറുണ്ട്. ഏത് നദിയിലാണ്? നർമ്മദ. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ പദ്ധതി. അപ്പൊ നമ്മൾ പറഞ്ഞു സർദാർ ഫലിതങ്ങളാണ്. അപ്പൊ നർമ്മം എന്ന് പറഞ്ഞാലും എന്താണ്? നർമ്മം എന്ന് പറഞ്ഞാലും ഫലിതം, തമാശ എന്നുള്ള മീനിങ് ആണ് അല്ലെ. അതിൽ നിന്ന് നദിയും കണക്ട് ചെയ്ത് പോവാലോ. അപ്പൊ സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ നമ്മൾ ടിപ്പിലൂടെ പഠിച്ചു. മഹാരാജ ഗജം മദ്യപിച്ചു. അപ്പൊ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ.